നമസ്കാരം. ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് കുറച്ച് ചെറ്റകളോടുള്ള ഒരു എപ്പിസോഡാണ്. ആ ചെറ്റകൾ ആരാണെന്ന് സ്വയം തീരുമാനിക്കുക. ഞാൻ ഒരു ഭാരതീയ എപ്പിസോഡൊന്നും ചെയ്യേണ്ടതെന്ന് വെച്ചാണ് എൻ്റെ സിനിമയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മറ്റ് എപ്പിസോഡുകളൊന്നും വേണ്ടെന്ന് വെച്ചാൽ ഞാനൊരു ഐഫോണൊക്കെ എടുത്തു. അപ്പോൾ അതിലാദ്യത്തെ എപ്പിസോഡുമാണിത്. അപ്പം ഞാനൊരു ഭാരതീയനായതുകൊണ്ടും ഞാൻ ഭാരതമേ സ്നേഹിക്കുന്നതുകൊണ്ടും ഞാൻ ഈ എപ്പിസോഡ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഇപ്പം കേരളത്തിലെ കുറേ ആൾക്കാർ, ഇന്ത്യയിൽ മൊത്തത്തിൽ നിന്ന് പറയുകയല്ല, ഇറാൻ ആയിട്ടുള്ള യുദ്ധം ഇസ്രായേലും US നടത്തുമ്പം ഇന്ത്യ ഗവൺമെൻറ്റിനെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരുപാട് വ്യാജ വാർത്തകൾ ഇടുന്നു. മാത്രമല്ല ഭയങ്കര പ്രകടനങ്ങളും അതും ഇതും. ഹമേനി ഒരുത്തൻ ചത്തെന്നും പറഞ്ഞ് അവൻ 13 വയസ്സുള്ള കുട്ടികളുടെ മേളിലും മുടി വെളിയിലേക്ക് ഹജാബിൻ്റെ ഇതിനകത്ത് വന്നെന്നും പറഞ്ഞ് അവൻ വധശിക്ഷ വിധിച്ചേച്ച് അത് കന്യക സ്വർഗത്തിൽ പോകും എന്നുള്ള വിശ്വാസം കൊണ്ട് അവൻ പട്ടാളക്കാരെ കൊണ്ട് ബലാത്സംഗം ചെയ്ത് കന്യകയാക്കാതെ അങ്ങനെ അവൻ നരകത്തിൽ പോകാൻ വേണ്ടി അവൻ കൊന്നുകളയുന്ന നാറിയാണ് അവൻ ഇന്ത്യക്കെതിരെ ഇന്ത്യ തീർക്കുമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നവനാണ്. അവനെ പോലുള്ളവന് വേണ്ടിയിട്ട് ഇവിടെ ഈ കേരളത്തിൽ കിടന്ന് വെറും ഇലക്ഷന് വേണ്ടി, അത് പ്രതിപക്ഷമോ ഭരണപക്ഷമോ ആരായാലും വെറുതെ, പ്രതിപക്ഷം അത്രയൊന്നും പറയുന്നില്ലെന്ന് തോന്നുന്നു, ഭയങ്കര ഇത് നടത്തുന്നു. എന്ത് നന്മയാണ് അയാൾക്കുള്ളത്? അയാൾ അവിടുത്തെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റില്ല. 50% സീറ്റുകളെ കൊടുക്കുകയുള്ളൂ. അവിടുത്തെ സ്ത്രീകൾ നല്ല രീതിയിൽ വിദ്യാഭ്യാസം, അതുപോലെ സൈക്കിളിൽ ഓടിച്ചെന്നും പറഞ്ഞ് കൊന്നുകളഞ്ഞ് വെടിവെച്ച് കൊന്ന നാടാണ് അയാൾ ചത്തെന്നും പറഞ്ഞ് ഇവിടെ കിടന്നു വെച്ച് ഭയങ്കര ഇറാൻ എന്നാ ബേസിലാണ് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ ഈ ഭാരതത്തിൽ ഇപ്പോഴും റഷ്യയും അമേരിക്കയും ഇസ്രായേലും ഒക്കെയാണ് ഏറ്റവും സഹായിക്കുന്നത്. അവർ ഏത് രീതിയിലും. പിന്നെ കള്ളത്തരം ഇന്ധനം വാങ്ങണ്ടെന്ന് റഷ്യയോടൊന്ന് പറഞ്ഞാലും അമേരിക്കയ്ക്ക് അറിയാം മോഷ്ടിച്ച് വാങ്ങുന്നുണ്ടെന്ന് തന്നെ. പക്ഷേ അത് അയാളെ അനുസരിക്കുന്നു ട്രംപിനെ എന്നുള്ളൊരു ബോധം അയാൾക്ക് വന്നാൽ മതി. കാരണം അയാൾ പൊട്ടനാണല്ലോ. പക്ഷേ അത് രഹസ്യമായിട്ടല്ലേ കൊണ്ടുപോയിക്കോട്ടെ ഇന്ത്യ എന്നുള്ള മനസ്ഥിതിയുള്ളതാണ്. ഇന്ത്യയൊന്നും ദ്രോഹിച്ചിട്ടൊന്നുമില്ല അമേരിക്ക നേരെ ഇന്ത്യയോട് യുദ്ധം ചെയ്യത്തുമില്ല. ഒരു ആപത്ത് വന്നാൽ ഇവരൊക്കെ കാണുകയുള്ളൂ. അല്ലാതെ ചൈനയും ഒന്നും കാണുകയല്ല ഇന്ത്യയോടെ. ഈ പാകിസ്ഥാനൊന്നും. ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ചൊറിയാൻ വരുന്നു, അവർക്ക് നിലനിൽക്കാൻ വേണ്ടി നശിച്ച് നാരാണക്കള്ളു പിടിച്ച് ബംഗ്ലാദേശ് എത്ര ഹിന്ദുക്കളെ കൊന്നു കളഞ്ഞു, ഇന്ത്യക്കാരെ കൊന്നു കളഞ്ഞു. അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ചുമ്മാ വാർത്താ ചാനലുകളിൽ ഇപ്പോൾ TRP മാറ്റിയില്ലേ, അത് 4 ആഴ്ചത്തേന് പറ്റിയല്ല. ചുമ്മാ കള്ള വാർത്തകൾ. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം എബ്രഹാം പറഞ്ഞ ഇത് കപ്പൽ കത്തിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോസ്റ്റ് ഇടുകയാണ് AI ചെയ്തേച്ച്. അതൊന്നും നടക്കുന്ന കാര്യമില്ല. ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഏകദേശം 1 മാസം ആയുസുള്ളൂ. അത് ഇവർക്കൊക്കെ അറിയാം. ചുമ്മാ അതിനകത്ത് ഈ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ മൊത്തം അങ്ങോട്ട് ചീത്ത വിളിക്കുകയാണ് ഇന്ത്യൻ ഭരണാധികാരിയെ, മറ്റേ ഇസ്രായേലിനെയൊക്കെ അങ്ങ് ചീത്ത വിളിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ത് ചെയ്യണം? പോയി ആ യുദ്ധത്തിനകത്ത് കയറി കൊടുക്കണം. ഇന്ത്യ വളർന്നു വന്ന് നമ്പർ 1, 2, 3 ആകേണ്ട ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഈ നരേന്ദ്രമോദി ജി ഉള്ളത് കൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇപ്പോൾ പോയൊരു യുദ്ധത്തിനൊന്നും നിൽക്കാനൊന്നും ഇന്ത്യക്ക് പറ്റില്ല. കാരണം വളർച്ച മൊത്തം പകുതിയായി പോകും. കാരണം ഒരു യുദ്ധം ഉണ്ടായാൽ. കാരണം ഒരു 4 മാസത്തേനോ 5 മാസത്തേനോ ഒക്കെ ഉള്ള പെട്രോൾ ഉൽപ്പന്നങ്ങളൊക്കെ സംഭരിച്ച് രഹസ്യമായിട്ട് അതൊന്നും വെളിയിൽ പറയാനൊക്കെ ഇല്ല. ഇന്ത്യ എന്ത് ചെയ്യുന്നു എന്ന് ഇന്ത്യയുടെ മിലിറ്ററി രഹസ്യമൊക്കെ നിന്നെ പോലുള്ളവനോടൊക്കെ പറഞ്ഞു തരണം. ഞാൻ ചോദിക്കട്ടെ, ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം ഇന്ത്യക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചു? ഇത്രയും പ്രശ്നം വന്നിട്ട് ഏതെങ്കിലും മുസ്ലിം ലീഗിൻ്റെ ഒരു മുതിർന്ന നേതാവ് ഇന്ത്യക്കെതിരെ സംസാരിച്ചോ? ഒരു നേതാവ് പറഞ്ഞല്ലോ, എൻ്റെ തന്തയല്ല ഇറാൻകാരൻ, എൻ്റെ തന്ത ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ ഇവിടുത്തെ അണികൾ ഇതെല്ലാം പൊക്കി വെച്ചോണ്ട് ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? അല്ലാതെ ഇവിടുത്തെ ഇന്ത്യക്കെതിരെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന, ഇവിടെ ക്രിക്കറ്റുകൾ നടന്നാൽ അന്നേരം പാകിസ്ഥാൻ ജയിക്കണമെന്ന് വിചാരിക്കുന്ന ഇപ്പം 4, 3, 7 പേരുള്ള പാർട്ടിയുടെ അനുഭാവികളാണ് ഇതൊക്കെ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിങ്ങളാരും പാകിസ്ഥാനിൽ നിന്ന് അച്ഛനുണ്ടാക്കി വിട്ടതൊന്നുമല്ല, നിങ്ങളെ ആരും ബംഗ്ലാദേശിൽ നിന്ന് ഉണ്ടാക്കി വിട്ടതല്ല. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ ഇറാനിൽ നിന്ന് ഉണ്ടാക്കി വിട്ട എല്ലാവരും, അത് ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും ഇന്ത്യ ജനിച്ചവരാണ്. ഇന്ത്യ ജനിച്ച് ഈ ഭാരതത്തിൽ ജനിച്ച് മതം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്.
ആകെ നിർബന്ധ മതം മാറ്റാത്ത ഒരേ ഒരു വ്യക്തിയുള്ളൂ ഈ ലോകത്ത്, അത് അക്ബറാണ്. അദ്ദേഹത്തിന് ദിൻ ഇലാഹി എന്നും പറഞ്ഞൊരു മതം സൃഷ്ടിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം നിർബന്ധിതമായിട്ട് ആരെയും മതം മാറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ ആ മതത്തിൽ രണ്ട് പേരേ ഉള്ളായിരുന്നു, അക്ബർ ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ മന്ത്രി ബീർബലും. ഈ രണ്ടുപേര് മാത്രമേ ആ മതത്തിലുണ്ടായിരുന്നുള്ളൂ. കാരണം അദ്ദേഹം വിചാരിച്ചിരുന്ന ഈ ഇന്ത്യ മൊത്തം മുസ്ലിമുകളായനെ. അത് അശോക ചക്രവർത്തി ചെയ്തില്ലേ? ബുദ്ധമതത്തിൽ എത്രയോ കോടിക്കണക്കിന് പേരെ ചേർത്ത് ഹിന്ദു മതക്കാരെ അവരെ വെട്ടി അരിഞ്ഞ് കൊന്നുകളഞ്ഞില്ലേ? അതിനകത്ത് ഇപ്പോൾ ഉള്ള ബുദ്ധമതത്തിൽ മൊത്തം ഹിന്ദു ആചാരങ്ങളാണ് അങ്ങനെയൊക്കെയുള്ള. അങ്ങനെയൊന്നും നമ്മൾ കഴിഞ്ഞ കാലം പറഞ്ഞുകൊണ്ടിരിക്കരുത്, ഞാൻ അതാണ് ഇതാണ് എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. കാരണം ഭാരതത്തിൻ്റെ ചോറാണ് നമ്മൾ വരുന്നത്. ഇന്ത്യയിൽ അതുകൊണ്ട് ഇതുണ്ടെന്ന് എവിടെയെങ്കിലും ഒരു, ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്, എന്തോ ഒരു പട്ടിണി, LDF സർക്കാർ പട്ടിണി മാറ്റിയെന്നും പറഞ്ഞ്, പട്ടിണി അല്ല, സാക്ഷരത, കംപ്ലീറ്റ് സാക്ഷരത വന്നായിരുന്നു. എല്ലാവർക്കും എഴുതാനും വായിക്കാൻ, എൻ്റെ അമ്മയ്ക്ക് തന്നെ എഴുതാനും വായിക്കാനും അറിയാവുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോഴത്തേനും എഴുതാനും വായിക്കാനും അറിയാത്ത ഈ ഇതിലൊക്കെ പിച്ച് നടക്കുന്ന ഒരു പ്രാന്തനെ സൈക്കിളെ കയറ്റി റാലിക്ക് ഇവൻ എഴുതാൻ അറിയില്ല എന്നും പറഞ്ഞ് കൊണ്ട് നടന്നവന്മാരാണ് ഇവിടുത്തെ അവന്മാർ. പക്ഷേ സാക്ഷരത ആയിരുന്നു. അങ്ങനെ തപ്പിപ്പിടിച്ച് നിങ്ങൾ ഈ എല്ലാ AI വാർത്തകളാണ്. ഈ AIയിൽ നെഗറ്റീവ് പറയുന്നതാണ്. AIയിൽ മൊത്തം 80 കൊല്ലം മുമ്പ് നടന്ന യുദ്ധത്തിൻ്റെ പിക്ചറിട്ടിട്ട് ഇറാൻ തിരിച്ചടിക്കുന്നു. നിങ്ങൾക്കറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ മുസ്ലിം രാഷ്ട്രങ്ങൾ യുദ്ധങ്ങൾ വരുമ്പം പലതും തോറ്റു പോകുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്നറിയോ? മുസ്ലിം രാഷ്ട്രങ്ങൾ വിഡ്ഢിത്തരത്തിലൂടെയാണ് മുന്നേറുന്നത്. അവരുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ മറ്റുള്ളവർ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നേറുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അങ്ങനെ മുന്നോട്ട് പോയാൽ നമുക്ക് നേരെ അതിനെക്കുറിച്ച് പോകാൻ പറ്റും. അതുകൊണ്ട് ഭാരതീയനായിട്ടിരിക്കുക. ഭാരതത്തിൽ ജനിച്ചവരാണ്. ഇവിടെ തോരങ്കികളോ അങ്ങനെ കണ്ട് ആരും കണ്ട് വന്നതിൻ്റെ പേരിലാണ് SIR കാര്യങ്ങളൊക്കെ വന്നത്. അല്ലാതെ ഇന്ത്യയിലെ ഒരാളെയും നരേന്ദ്രമോദി ജീവിച്ചിരിക്കുമ്പോൾ പുറത്താക്കില്ല, പട്ടിണിക്കിടില്ല. ഇപ്പം നമ്മുടെ രാജ്യം 10-11 കൊല്ലം മുമ്പ് എന്തായിരുന്നോ അതിനേക്കാൾ ആർക്കും അടിയറവ് പറയാതാണ് പോകുന്നത്. പിന്നെ മിലിറ്ററി രഹസ്യങ്ങളെല്ലാം നിങ്ങളോട് പറയാനാണോ ഇരിക്കുന്നത്? അതുപോലെ തന്നെ രണ്ടാമത് ചോദിക്കട്ടെ, അമേരിക്കയുടെ ഒരു ചാനൽ മൊട്ടത്തലയിരുന്നുകൊണ്ട് പറയാം, അമേരിക്കയ്ക്ക് 3000 കോടി രൂപ ഇന്നതിന് ഡ്രോൺ നശിപ്പിച്ചതിന് ചിലവായി. പിന്നെ ഒരു അയാൾക്ക് 13 ലക്ഷം കോടി രൂപ അതിന് ചിലവായി യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയിട്ട്. ഇവനോടൊക്കെ അമേരിക്കൻ പ്രസിഡന്റ്, അമേരിക്കയുടെ മിലിറ്ററിയുടെ രഹസ്യം അമേരിക്കൻ പ്രസിഡന്റിന് മാത്രമേ അറിയുള്ളൂ. അത് ഏതാണ്ട് മുട്ടയോട് വിളിച്ച് അവിടുത്തെ മിലിറ്ററി ഇൻ്റലിജൻസ് പറഞ്ഞ പോലെയാണ്. ഇയാളൊക്കെ അങ്ങോട്ട് ചുമ്മാ കൊണാന്ന് ഏതാണ്ട് ഗൂഗിളിൽ കയറി തപ്പിച്ച് അങ്ങ് പറയുകയാണ്. ഞാൻ രാഷ്ട്രീയം പറയല്ല, രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ഈ കേൾക്കുന്ന ഒരു 90% പേരെക്കാളും എനിക്ക് രാഷ്ട്രീയം അറിയാവുന്ന അതിൻ്റെ കാര്യമുണ്ട്, അതിനകത്ത് കാര്യമുള്ളതുകൊണ്ടാണ്. അപ്പം നമ്മളൊരു ഭാരതീയനായിട്ട് ജീവിക്കുക, എല്ലാം വിഡ്ഢികളാണ് ചിന്തിക്കാതിരിക്കുക. ഈ വ്യാജ വാർത്തകൾ ഈ ഓൺലൈനിലൂടെയൊക്കെ പ്രചരിപ്പിക്കാതിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ഭാരതീയരാണ്. അത് മുസ്ലിം ആയാലും ക്രിസ്ത്യനായാലും ഹിന്ദു ആയാലും ബുദ്ധരായാലും ആരാണേലും അതിനകത്ത് ഉപജാതി അതിജാതി എല്ലാവരും നമ്മുടെ പിതൃത്വം ഇന്ത്യയിലുള്ളതാണ്. ഈ ഭാരതത്തിലുള്ള പിതൃത്വമാണ് നമുക്കുള്ളത്. ഇന്ത്യക്കെതിരെ ഈ സമയത്ത് നിങ്ങൾ ആയുധമാക്കരുത്. ഇന്ത്യ രക്ഷപ്പെട്ടോട്ടെ. ഇന്ത്യ രക്ഷപ്പെട്ടതിൻ്റെ തലപ്പത്തെത്തി നിൽക്കുകയാണ്. ഈ സമയത്ത് നിങ്ങൾ ഒരു പ്രധാനമന്ത്രിയോ ഒരു മുഖ്യമന്ത്രിയോ ഒരു സംസ്ഥാനത്തിൻ്റെ ഇതിനെ ഒന്നും നിങ്ങളൊരു ഇങ്ങനെ ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന അത് വന്നു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ കയറി അമ്മാനമാടും, വീട്ടിൽ കൂടെ കയറി. കാരണം എന്ന് പറഞ്ഞാൽ വേറെ ചൈനയുടെ കയ്യിലോ, ചൈനയ്ക്ക് പണ്ടൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ജപ്പാൻ യുദ്ധത്തിൽ ചൈനയെ തോപ്പിച്ചപ്പം ചൈനയിലെ പട്ടാളക്കാരുടെ ടെൻഷൻ തീർക്കാനായിട്ട് ചൈനയിലെ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തോളെന്നും പറഞ്ഞ് ഇറക്കി വിട്ടിരുന്നു. അതിൽ നിന്നാണ് 100-200 കൊല്ലം മുമ്പ് ചൈന പാഠം പഠിച്ച് ചൈന ഈ അവസ്ഥയിലെത്തിയത്. അതുപോലെയാണ് ഈ അവസ്ഥകളൊക്കെ. അതുപോലെ ഇന്ത്യയിലൊരു കാലം അങ്ങനെ ഉണ്ടാക്കരുത്. നിങ്ങൾ പട്ടിണിയാകും, നിങ്ങൾ ദാരിദ്ര്യത്തിലാവും, നിങ്ങളുടെ സ്ത്രീകൾക്ക് സുരക്ഷിതത ഇല്ലാതാവും. നിങ്ങൾ ഇന്ത്യ തകർന്നാൽ ഈ അവസ്ഥയിൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യത്ത് നെട്ടോട്ടം പാകിസ്ഥാനിലും ഇറാനിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ യുദ്ധം നടത്തുന്നത് അറിയാമോ? അതുപോലെ ആയിപ്പോവും. നിങ്ങൾ ഇപ്പം ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യയുടെ കൂടെ നിങ്ങളെല്ലാം ഇന്ത്യക്കാരാണെന്നുള്ളൊരു ബോധം വേണം. ഇനി നിങ്ങൾ ചിന്തിക്കുക ആരാണ് ചെറ്റകളെന്ന്. ഏതായാലും ഞാൻ ചെറ്റയല്ല, കാരണം എന്ന് പറഞ്ഞാൽ എനിക്കത് ഉറപ്പാണ്. അതുപോലെ നന്ദി, നമസ്കാരം.